അടിപൊളി രുചിയിലുള്ള മാമ്പഴക്കറിയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് മാമ്പഴം എടുത്തിട്ടുണ്ട്. മാമ്പഴത്തിൻ്റെ തൊലിയെല്ലാം അതുപോലെ ഇങ്ങനെ കളയണം. തൊലിയെല്ലാം കളഞ്ഞു കഴിഞ്ഞ് കൈകൊണ്ട് തന്നെ കളയാൻ പറ്റും. കളഞ്ഞതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. മാമ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അത് വേകുന്ന സമയത്തേക്ക് ഒരു മുറി തേങ്ങയുടെ 4-5 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം കൂടെയും ഒരു നുള്ളു ജീരകം കൂടെയും ചേർത്തിട്ട് അതൊന്ന് ശരിക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. മാമ്പഴം ശരിക്കും വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ മാമ്പഴത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ട് നല്ലപോലെ ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ തേങ്ങ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാരപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഇളക്കി കൊടുക്കുക. അതിന് ശേഷം 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും ഇതിലേക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം തിളപ്പിക്കരുത്. അതിന് ശേഷം നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം വെളിച്ചെണ്ണയിൽ നമുക്ക് കടുകും മുളകും കരിവേപ്പിലയും മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ തന്നെ കറിയിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടുക് വറുക്കുന്നതിൻ്റെ കൂടെയും കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട്. ചോറിന് കൂട്ടാൻ നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന കറികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ഇടുമ്പം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. താങ്ക്